ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2021 വളരെ അപ്രതീക്ഷിതമായാണ് കോൺഗ്രസിന് ഒരു ഭരണത്തിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നത്. അതിനു മുമ്പുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലമൊക്കെ അതിന് കാരണമായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്ന് ഒരു പിണറായി വിജയൻ എന്ന CPM-ന്റെ കരുത്തരായ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഗ്രസീവായ മുഖം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണം എന്ന ആലോചനകളാണ് VD സതീശനിലേക്ക് കാര്യങ്ങൾ അനുകൂലമായി എത്തിക്കുകയും അങ്ങനെ വളരെ മൈന്യൂട്ടായ MLA-മാർ മാത്രമുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി അവരുടെ നേതാവായി പാർലമെന്ററി പാർട്ടി ലീഡറായി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ട് നടന്ന പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ നമുക്കറിയാം. അതിൽ ആദ്യം തന്നെ PT തോമസിന്റെ മരണത്തെ തുടർന്ന് നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ്, പിന്നീട് പുതുപ്പള്ളിയിൽ കോൺഗ്രസിന്റെ അധികായകനായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിന് വലിയ ചരിത്ര വിജയമാണ് ഉണ്ടായത്. ആ ചരിത്ര വിജയം ഉണ്ടായ സമയത്ത് കൃത്യമായി UDF-ന്റെ ചെയർമാനായി അതിനെ നയിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനായിരുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ ഏറ്റവും വലിയൊരു നേട്ടം പല കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും നേടിക്കൊണ്ട് CPM-ന്റെ കോട്ടകളിൽ വരെ ഇളക്കം ഉണ്ടാക്കുന്ന തരത്തിൽ കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. അപ്പോഴും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശനാണ്. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ നേട്ടത്തിൻ്റെയുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലെയിം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് VD സതീശൻ അനുകൂലികൾ, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന നേതാക്കളൊക്കെ പരസ്യമായ പ്രതികരണവുമായി അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള ക്യാമ്പയിനിങ്ങിന് ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് മുഹമ്മദ് ഷിയാസ് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രി വരണമെന്നാണ് തങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന കാര്യം. എന്തായാലും അത് ഒരു വശത്ത് അങ്ങനെ നിൽക്കുമ്പോൾ VD സതീശന് വെല്ലുവിളിയായി മാറുന്ന സാഹചര്യം UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ VD സതീശന്റെ പേര് അല്ലെങ്കിൽ VD സതീശനെ അനുകൂലിക്കുന്ന എത്ര പേർ ഉണ്ട് എന്നൊരു ചോദ്യം തന്നെയാണ്. അങ്ങനെ സാധാരണ കീഴ്വഴക്കം അനുസരിച്ച് MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കുന്ന ഒരു നേതാവിൻ്റെ പേര് മാത്രമായിരിക്കും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുക. അങ്ങനെ എല്ലാ MLA-മാരുടെയും അല്ലെങ്കിൽ ജയിച്ചു വരുന്ന എല്ലാ കോൺഗ്രസ് MLA-മാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ VD സതീശന് കഴിയുമോ എന്നതാണ് അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി അവശേഷിക്കുന്നത്. അതേസമയം നമുക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനിൽ നിന്ന് ഏറ്റവും സാധ്യതകളിൽ വലിയ തരത്തിൽ ചർച്ചകളിൽ നിറയുന്ന രമേശ് ചെന്നിത്തലയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം സോണിയാഗാന്ധിയുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും. കാരണം ഉമ്മൻചാണ്ടിയായിരുന്നു 2011 മുതൽ 2016 വരെ കേരളത്തിലെ മുഖ്യമന്ത്രി. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത്